ഫാർമ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഹെൽത്ത് ഈസ് ബ്രൈറ്റ് ആൻഡ് സ്പാർക്ലിംഗ് ഐ എങ്ങനെ നമുക്ക് സ്വന്തമാക്കാം എന്നതിനെ കുറിച്ചാണ്. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, കണ്ണുള്ളപ്പം കണ്ണിന്റെ വില അറിയത്തില്ലെന്ന്. അതായത് നമുക്ക് കാഴ്ച നഷ്ടപ്പെടുമ്പോൾ മാത്രമേ കാഴ്ച ഉണ്ടായിരുന്നതിന്റെ വില നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ആദ്യം നമുക്ക് ഐ പെയിൻ ആയിട്ടും ഡ്രൈനെസ് ആയിട്ടും ഇൻഫെക്ഷൻ ആയിട്ടും ചുമന്ന് വരുന്നതായിട്ടും ഒക്കെ ആയിരിക്കാം. ആദ്യം അങ്ങനെയുള്ള വരുന്നതൊന്നും നമ്മൾ ചൊറിച്ചിൽ അങ്ങനെയുള്ള വരുന്നതൊന്നും നമ്മൾ കാര്യമാക്കാതെ പോകുമ്പോൾ അത് പതുക്കെ ബ്ലറി വിഷനിലോട്ടും കണ്ണിന് കാഴ്ചയില്ലാത്ത അവസ്ഥയിലോട്ടും കാറ്ററാക്റ്റിലോട്ടും ഗ്ലൂക്കോമയിലോട്ടും അങ്ങനെ കണ്ണിന്റെ വലിയ വലിയ പ്രശ്നങ്ങളിലോട്ട് അത് നയിക്കും. നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള 5 കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ്, ഈറ്റ് ഐ ഹെൽത്തി ഫുഡ്. എന്ന് വെച്ചാൽ വൈറ്റമിൻ എ ആണ് നമ്മുടെ കണ്ണിന് ധാരാളമായി വേണ്ടത്. അപ്പം വൈറ്റമിൻ എയും സിയും അത് കണക്ക് ന്യൂട്രിയൻസ് ലൈക്ക് സിങ്ക്, ലൂട്ടൈൻ ആൻഡ് ഒമേഗ 3 ഫാറ്റി ആസിഡ് ഇത് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തണം. അതായത് നമ്മുടെ പംകിൻ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അതുപോലെ നട്ട്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ബീൻസ്, അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്സ്. വൈറ്റമിൻ സി കൂടുതലായിട്ടുള്ള നമ്മുടെ പുളിയുള്ള ഫ്രൂട്ട്സ് ആണ്. അതിന്റെ ഫ്രൂട്ട്സ് ആയിട്ടും കഴിക്കാം, ജ്യൂസ് ആയിട്ടും കഴിക്കാം. ഇതൊക്കെ കഴിക്കുന്നത് മുഖേന നമുക്ക് ഈ വൈറ്റമിൻ സി ന്യൂട്രിയൻസ് കൂടുതലായിട്ട് കിട്ടുകയും അതോടൊപ്പം നമ്മുടെ ബോഡി വെയിറ്റ് കൂടാതെ, ഒബേസിറ്റി ആകാതെ ബോഡി വെയിറ്റ് കൂടാതെ സൂക്ഷിക്കുന്നു. ഒബേസിറ്റി ആകുമ്പോൾ അതുവഴി നമുക്ക് ഡയബറ്റിക് ആവുന്നു. ഡയബറ്റിക് വഴി നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന അസുഖത്തിലോട്ട് പോകുന്നു. റെറ്റിനയിൽ ഗ്ലൂക്കോസ് അടങ്ങിയ കൂടുതലായിട്ടുള്ള ബ്ലഡ് വരുമ്പോൾ നമ്മുടെ റെറ്റിന പതുക്കെ നശിച്ചു പോകുന്നു. ഇങ്ങനെ വരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതിയിലൂടെ അതിനുശേഷം കാറ്ററാക്ട്, അതുപോലെ നമുക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുകയും ഗ്ലൂക്കോമ എന്ന് വെച്ചാൽ നമുക്ക് BP, നമ്മുടെ ബ്ലഡ് പ്രഷർ ബോഡിയിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ കണ്ണിലും പ്രഷർ ഉണ്ടാകുന്നു. ഇത് ഗ്ലൂക്കോമയിലോട്ടും നയിക്കുന്നു. രണ്ടാമതായി ലാപ്ടോപ്പും കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർ, അതായത് IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ കൂടുതലായിട്ട് ലാപ്ടോപ്പും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വരുന്നത് ബ്ലൂ ലൈറ്റ് ആണ്. ആ ബ്ലൂ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വഴി നമ്മുടെ കണ്ണിന് ടോക്സിക് ആയിട്ട് അത് മാറുന്നു. ആ ലൈറ്റ് ടോക്സിക് ആയിട്ട് മാറുകയും നമ്മൾ കണ്ണിന് പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നു. അതിന് നമുക്ക് കണ്ണിന് ആയാസം കൊടുക്കാതിരിക്കാനായിട്ടുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ടെന്ന് നോക്കാം. 1, 20-20 റൂൾ. അതായത് 20 മിനിറ്റ്സ് അത് സ്റ്റെയർ ചെയ്ത് കണ്ണ് ഉപയോഗിച്ച് നോക്കുന്നതിന്റെ ഇടയ്ക്ക് 20 മിനിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ 20 സെക്കൻഡ് അതിന് റെസ്റ്റ് കൊടുക്കുക. ഒന്നേ കണ്ണ് അടച്ചിരിക്കുക, അല്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും ഒബ്ജക്റ്റിലോട്ട് നോക്കി നമ്മുടെ മൈൻഡിനെയും കണ്ണിനും റിലാക്സേഷൻ കൊടുക്കുക. രണ്ടാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് കുറെ സമയം നമ്മൾ സ്റ്റെയർ ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കുറെ കഴിയുമ്പോൾ അതിന് 1 മിനിറ്റ് നമുക്ക് റെസ്റ്റ് കൊടുക്കുക. ഡോണ്ട് സ്റ്റെയർ ഓൺ സ്ക്രീൻ കണ്ടിന്യൂസ്ലി, ബ്ലിങ്ക് ഫ്രീക്വന്റ്ലി. എന്ന് വെച്ചാൽ കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെയർ ചെയ്തിരിക്കാതെ ഇടയ്ക്ക് കണ്ണിങ്ങനെ ചിമ്മുക. അങ്ങനെ കണ്ണിന് അപ്പൊ ഡ്രൈനെസ് വരാതെ വെറ്റായി ഇരിക്കാൻ ഇത് സഹായിക്കുന്നു. കണ്ണ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും ടീയേഴ്സ് ഡ്രൈ ആയി പോകും. അങ്ങനെ വെറ്റാകാതെ ഡ്രൈ ആയി വരുമ്പോൾ നമുക്കത് ദോഷം വരും. അതിനോടൊപ്പം തന്നെ നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് ലാപ്ടോപ്പ് അടച്ചു വെച്ച് കണ്ണിന് റെസ്റ്റ് കൊടുത്ത് മറ്റു ജോലികളിൽ ഏർപ്പെട്ടതിന് ശേഷം സുഖമായി കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കണ്ണും മനസ്സും ശരീരവും എല്ലാം ഫ്രഷ് ആയിട്ട് റിജുവിനേറ്റ് ആയിട്ട് ഇരിക്കും. മൂന്നാമതായി നമ്മുടെ കണ്ണിന് റിലാക്സേഷൻ കൊടുക്കണം, കൂടുതൽ റിലാക്സേഷൻ കൊടുക്കണം. കാരണം 40% എനർജി ഉപയോഗിക്കുന്നത് നമ്മുടെ കണ്ണാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണിന് റിലാക്സേഷൻ കൊടുക്കണം. അതായത് 1 മണിക്കൂർ നമ്മളെ കണ്ണ് തുറന്നു വെച്ച് നല്ലതുപോലെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് നമ്മൾ കൂടുതൽ ടൈമിൽ ലാപ്ടോപ്പ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ 1 മണിക്കൂർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ 1 മിനിറ്റ് കണ്ണ് അടച്ചു വെച്ച് കണ്ണിന് റെസ്റ്റ് കൊടുക്കുക. അതല്ല, നമ്മളിപ്പം ചിന്തിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ കണ്ണടച്ചു വെച്ച് നമുക്ക് ആലോചിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ അല്പം ഇങ്ങനെ കുറെ സമയം തുറന്നു വെച്ചതിന് ശേഷം നമ്മൾ കണ്ണടച്ച് കണ്ണുകൊണ്ട് ഇങ്ങനെ ഉടച്ചു വെച്ചിട്ട് നമുക്ക് സ്വസ്ഥമായിരിക്കാം. അതിനോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 8 hours സൗണ്ട് സ്ലീപ്പ്
കൊടുക്കണം. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് റിഫ്രഷ് ആയിട്ടിരിക്കാം. ക്വാളിറ്റി സ്ലീപ്പാണ് ആവശ്യം. അതിനോടൊപ്പം നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഒരു പാത്രം, റൗണ്ട് ആയിട്ടുള്ള പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം കണ്ണ് ആ പാത്രത്തിൽ ഡിപ്പ് ചെയ്ത് കണ്ണിലുള്ള അഴുക്കുകളും ഡസ്റ്റുകളും എല്ലാം കഴിഞ്ഞ് അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പുറത്തു പോവുകയും നല്ല ഫ്രഷ് ആയിട്ട് ഇൻഫെക്ഷൻ ഒക്കെ തടയുന്നതിനും ഡ്രൈനസ് മാറ്റുന്നതിനും വെറ്റായിട്ടിരിക്കുന്നതിനും സഹായിക്കുന്നു. അടുത്തത് ഐ എക്സർസൈസ്. എങ്ങനെ ഐ എക്സർസൈസ് കൊടുക്കാന്ന് വെച്ചാൽ, നമ്മൾ ഒരു സാധനം നോക്കാൻ വേണ്ടി, ഒരു സാധനം സൈഡിലും അല്ലെങ്കിൽ താഴെ മേളിലുള്ള സാധനങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മുടെ നെക്ക് അനക്കി ഇങ്ങനെ തിരിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ തിരിച്ച്, ഇങ്ങനെ തിരിച്ച്, ഇങ്ങനെ തിരിച്ച്, ഇങ്ങനെയാണ് നോക്കുന്നത്. പക്ഷെ അതിന് പകരം നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കുക, ഇങ്ങനെ നോക്കുക, ഇങ്ങനെ നോക്കുക, ഇങ്ങനെ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണിന്റെ മസിലിന് എക്സർസൈസ് കിട്ടുകയും നമ്മുടെ കണ്ണ് വെറ്റായിട്ടിരിക്കാനും നല്ല എനർജറ്റിക് ആയിട്ടിരിക്കാനും ഈ പ്രായം കൂടുന്തോറുമുള്ള ഐ ബാഗ്സ് ഇവിടെ ഇങ്ങനെ ഡ്രൂപ്പിംഗ് ആയിട്ട് കിടക്കുന്ന സ്കിൻ ഇങ്ങനെ ഡ്രൂപ്പിംഗ് ആയിട്ട് വരുന്നത് തടഞ്ഞിട്ട് ഐ ബാഗ്സ് ഒഴിവാക്കുന്നതിനും കണ്ണിന്റെ ആരോഗ്യത്തിനും മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിനും മസിലിന്റെ വീക്ക്നെസ് ഒഴിവാക്കുന്നതിനും മയോപ്പിയ എന്ന ഷോർട്ട് സൈറ്റ്നെസ് ഒഴിവാക്കുന്നതിനും ഇടയാക്കുന്നു. അതുപോലെ തന്നെ കണ്ണിനെ നമ്മൾ റോൾ ചെയ്ത്, കണ്ണിങ്ങനെ ഇരുന്നുകൊണ്ട് കണ്ണിനെ റോൾ ചെയ്ത് ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ റോൾ ചെയ്യും. ഇതുവഴി നമുക്ക് കണ്ണ് വെറ്റായിരിക്കുന്നതിനും മസിൽ സ്ട്രെങ്തൻ ആയിരിക്കുന്നതിനും പല അസുഖങ്ങൾ, ഈ നിയർ സൈറ്റഡ് മയോപ്പിയ പോലുള്ള അസുഖങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ചുമ്മാതിരിക്കുന്ന സമയത്ത് ദൂരോട്ടുള്ള ഒബ്ജക്റ്റിനെ നോക്കി ഇങ്ങനെ ഇരിക്കണം. അതിനുശേഷം നമ്മൾ കണ്ണിനെ റിലാക്സ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ണിന് റിലാക്സേഷൻ കിട്ടാവുന്ന ഒരു പരിപാടിയാണ് ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കുക. അതായത് 2 feet എവേ ചെയ്തിട്ട് വെക്കുക. അതിന്റെ തീനാളം നമ്മുടെ നോസിന് ലെവലായിട്ട് വെക്കുക. അതിനുശേഷം ഈ മെഴുകുതിരി നാളത്തിലോട്ട് നമ്മൾ നോക്കിയിരിക്കുക. ഇങ്ങനെ നോക്കിയിരിക്കുന്ന വഴി അതിന്റെ റെഡ് ലൈറ്റ് നമ്മുടെ കണ്ണിന് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ്. അതിന്റെ റെഡ് ലൈറ്റ് കിട്ടുന്നതിനും അതിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ണിന് നല്ല സുഖം പകരുന്ന, റിലാക്സേഷൻ തരുന്ന ഒരു ടെക്നിക്കാണ്. അടുത്തത് 5ാമതായി സൺ ഗേസിംഗ്. സൺ ഗേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺസെറ്റിന്റെയും സൺ റൈസിന്റെയും, അതായത് സൂര്യൻ ഉദിക്കുമ്പോഴും സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉള്ള സൺ റൈസിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണിലോട്ട് ആ റെഡ് സൺറൈസ് ഇങ്ങനെ നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് മുഴുവൻ കണ്ണിന് നല്ല ആരോഗ്യം കിട്ടുന്നു. അങ്ങനെ കണ്ണിന് റിലാക്സേഷൻ കിട്ടുന്നു. അതിനോടൊപ്പം നമ്മൾ പുറത്തിറങ്ങി നേച്ചറിന്റെ ഭംഗി ആസ്വദിക്കുകയും അത് കണക്ക് ക്ലൗഡ്സ് ഇങ്ങനെ യാത്ര ചെയ്യുന്നു പോകുന്നത് നമ്മൾ കണ്ണിൽ നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ കണ്ണ് മസിലിന് നല്ല ഇത് കിട്ടുന്നു, എനർജറ്റിക് ആകുന്നു. അത് കണക്ക് സൂര്യനെ നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന്റെ താഴ്വശത്ത് എയർ ഫീൽഡ് സ്പേസസ്, സൈനസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അവിടെയൊക്കെ ഹെൽത്തി സൈനസൈറ്റിസ് ഒക്കെ ഒഴിവാകുന്നതിനും കണ്ണിന് സൈനസിന് ഹെൽത്ത് ആകുന്നതിനും ഒക്കെ സഹായിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മുടെ ഈ കഴുത്ത് അടക്കാതെ ഈ കണ്ണുകൊണ്ട് നോക്കുന്ന, കണ്ണ് തിരിച്ച് മാത്രം കൺട്രോൾ ചെയ്ത് സാധനങ്ങളെ നോക്കും. ഒരു ബോൾ ഉരുണ്ടു പോകുമ്പോൾ ആ കഴുത്ത് തിരിച്ച് അതിനെ നോക്കാതെ കണ്ണ് കൊണ്ട് നോക്കി കണ്ണിന്റെ മസിലിന് സ്ട്രെങ്ത് കൊടുക്കുന്നതും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. അതുപോലെ ഐ ഹെൽത്തി ഫുഡ് പരിശീലിപ്പിക്കുന്നതിന്, ഫുഡ് കഴിക്കുന്ന ഐ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും പരിശീലിപ്പിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.